ഇടുക്കിയിലെ നിയമതടസ്സമില്ലാത്ത കുത്തക പാട്ടഭൂമിയിൽ നിന്ന് കരം സ്വീകരിക്കാൻ സർക്കാർ തീരുമാനം. മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. എന്നാൽ വിവാദമായ 22 സെന്റ് ഭൂമിയിൽ കോടതി വിധി അനുസരിച്ചായിരിക്കും സർക്കാർ നടപടി. മൂന്നാറിനെ കോൺക്രീറ്റ് വനമാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സിപിഐയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ച് നടന്ന യോഗത്തെ കാനം രാജേന്ദ്രൻ പരിഹസിച്ചു. ഏലം കുത്തകപ്പാട്ട ഭൂമിയിലെ 2016 വരെ നികുതി അടച്ചിരുന്നതും ഇപ്പോൾ നിയമ തടസ്സമില്ലാത്തതുമായ ഭൂമിയിൽ നിന്നും കരം സ്വീകരിക്കും. വിവാദമായ മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപത്തെ 22 സെന്റിൽ തീരുമാനമെടുക്കുന്നത് കോടതി വിധി അനുസരിച്ച്. ഇടുക്കിയിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടിയുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. സർക്കാർ തീരുമാനം നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടാകുന്നെന്ന പരാതി യോഗത്തിൽ മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടി. നിയമ തടസ്സങ്ങളാണ് വെല്ലുവിളിയെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. സിപിഐയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ച് നടന്ന യോഗത്തിൽ റവന്യൂ മന്ത്രി പങ്കെടുത്തില്ല. യോഗം വിളിക്കേണ്ടി വന്നതിന്റെ സാഹചര്യം മുഖ്യമന്ത്രി വിശദീകരിച്ചു. നിവേദനം നൽകിയ സിപിഐ നേതാക്കളുടെ പേരുകളും മുഖ്യമന്ത്രി പരസ്യമാക്കി. പട്ടയം നിരവധി പേർക്ക് ഇനിയും ലഭിക്കാനുണ്ട്. അവർക്കെല്ലാം പട്ടയം ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി എന്തിന് യോഗം വിളിച്ചുവെന്നാണ് കാനം രാജേന്ദ്രന്റെ വിമർശനം. യോഗമല്ല, നിയമം നടപ്പിലാക്കുകയാണ് വേണ്ടതെന്ന് കാനം നിലപാട് ഘടിപ്പിച്ചു. അല്ല, എന്തിനാണ് യോഗം? ഇതൊക്കെ നിയമപ്രകാരം ചെയ്യാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനാണ്. യോഗം ആൾക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അതിൽ പങ്കെടുക്കേണ്ട ആളുകൾ പങ്കെടുക്കാം. പക്ഷെ നിയമം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ നടപടി വീഴ്ചയില്ലെന്നാണ് CPMന്റെ നിലപാട്. CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്നും നേതൃതലത്തിൽ ധാരണയായി. എല്ലാ മീറ്റിങ്ങിലും എല്ലാ മന്ത്രിമാർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിരിക്കും. ഇത് പാർട്ടി ഞങ്ങളെ ആലോചിച്ചുകൊണ്ടുമല്ല ഈ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. CPMന്റെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചുകൊണ്ട് വിളിച്ചൊരു മീറ്റിംഗ് അല്ല. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പല നിവേദനവും കിട്ടും. പാർട്ടി നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുടെ യോഗം ബഹിഷ്കരിച്ച റവന്യൂ മന്ത്രി കോട്ടയത്തെ പരിപാടിയിൽ സംബന്ധിച്ചു. ഇക്കാര്യത്തിൽ വിവാദം വേണ്ടെന്നാണ് മന്ത്രിയുടെ നിലപാട്. അല്ല, ഞാൻ അതിൻ്റെ അപ്രധാനമാണെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് ഇവിടെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. മൂന്നാർ വിഷയത്തെ ചൊല്ലി ഭരണതലത്തിൽ ശക്തമായ ചേരിപ്പോര് പ്രതിപക്ഷത്തിനും ആയുധമാണ്. സർക്കാരിന് കൂട്ടുത്തരവാദിത്തം നഷ്ടമായെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. തമ്മിലടിക്കുന്ന ഒരു ഗവൺമെന്റ്, കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. ന്യൂസ് 18 തിരുവനന്തപുരം.